الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونتوب إليه ونعوذ بالله تعالى من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أفضل الكتاب كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഏതൊക്കെ വിഷയത്തിൽ എപ്രകാരമാണ് എന്ന് മനസ്സാന്നിധ്യത്തോടെയും ശ്രദ്ധയോടെയും മനസ്സിലാക്കി അതിന് ജീവിതത്തിൽ മുന്തിയ പരിഗണന നൽകി ജീവിതം ചിട്ടപ്പെടുത്താൻ പ്രയത്നിക്കണം. അതല്ലാത്ത ഏതു വഴി സ്വീകരിച്ചാലും ആ വഴിയിലൂടെ നമുക്ക് എന്ത് നേട്ടവും സന്തോഷവും സൗഭാഗ്യവും കരഗതമായാലും അതൊക്കെ വളരെ താൽക്കാലികം മാത്രമായിരിക്കും എന്നോർക്കണം. തഖ്വയുടെ മാർഗം പ്രയാസത്തിൻ്റെതും കഷ്ടനഷ്ടങ്ങളുടേതുമാണെങ്കിലും അത് നമ്മുടെ ജീവിത സൗഭാഗ്യത്തിന് വഴി തുറക്കും എന്ന് മനസ്സിലാക്കണം. ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയുകയില്ല എന്ന് നമ്മളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്ന അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും അധ്യാപനത്തിന്റെ ആകത്തുകയാണ് ഈ തഖ്വയുടെ വിഷയത്തിൽ നാം ഇവിടെ ഓർത്തത് എന്ന് ഉൾക്കൊള്ളണം. യഥാർത്ഥ മുത്തക്കികളിൽ പടച്ചവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഹിജ്റ കലണ്ടറിലെ ഒന്നാമത്തെ മാസമായ മുഹറം പല നിലക്കും പ്രാധാന്യവും പ്രത്യേകതയുമുള്ള ഒരു മാസമാണ്. മുഹറത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസങ്ങളിൽ യുദ്ധം നിഷിദ്ധമാക്കിയിരിക്കുന്നു. ആ മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് മുഹറം. ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, സഫർ. അപ്പൊ ഈ മുഹറം മാസത്തിന്റെ പ്രത്യേകതകൾ ഇസ്ലാമിക സമൂഹത്തിന്റെ ഇസ്ലാമിക ചരിത്രത്തിൽ സത്യവിശ്വാസികളുടെ സംഘം ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകൾക്കും
സമീപനങ്ങൾക്കും സമൂഹത്തിൽ സ്വീകാര്യത കൈവരികയും പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ സഹായം സത്യവിശ്വാസികളുടെ സംഘങ്ങൾ നേടുകയും ചെയ്ത നിരവധി സംഭവങ്ങൾക്ക് മുഹറം സാക്ഷിയാണ്. നമ്മളുടെയൊക്കെ നാട്ടുനടപ്പനുസരിച്ച് മുഹറം മാസത്തിലെ വിശേഷിച്ച് മുഹറം മാസം പൊതുവെ നഹ്സാണ് എന്നു മാത്രമല്ല, വിശേഷിച്ച് അതിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഗൃഹപ്രവേശനമോ അല്ലെങ്കിൽ വിവാഹമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ കച്ചവട സംരംഭം, ഒരു നല്ല സംരംഭത്തിന്റെ തുടക്കമോ ഒന്നും നടത്താൻ പറ്റാത്ത നഹസുള്ള അഥവാ അവലക്ഷണമുള്ള മാസങ്ങളിലാണ് പണ്ടുകാലത്ത് എണ്ണപ്പെട്ടു പോന്നിരുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇത് നമുക്ക് ഇപ്പോ വിചിത്രമായി തോന്നും. ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രത്തിൽ അവർക്ക് പ്രസ്താവ്യമായ പല സഹായങ്ങൾക്കും സംഭവങ്ങൾക്കും സാക്ഷിയായ ഒരു മാസം സത്യവിശ്വാസികളുടെ സമൂഹം തന്നെ ആകുലതയോടെ കണ്ടു, അല്ലെങ്കിൽ ബേജാറോടെ കണ്ടു, അല്ലെങ്കിൽ അവലക്ഷണമായിട്ട് കണ്ടു എന്ന് കേൾക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ അതേപ്പറ്റി നമ്മളൊരല്പസമയം ശാന്തമായി ആലോചിച്ചാൽ സ്വന്തമായിട്ട് അധികാരമില്ലാതെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന സമുദായങ്ങൾ ഏത് അധികാര കേന്ദ്രങ്ങൾക്ക് കീഴിലാണോ കഴിയുന്നത് അവരാണ് ഇവരുടെ മനോഭാവത്തെയും ചിന്താരീതികളെയും ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അവർ സൃഷ്ടിച്ചുവിടുന്ന വ്യാഖ്യാനങ്ങൾ, നരേഷനുകൾ എന്താണോ അത്തരം വിവരണങ്ങളും അത്തരത്തിലുള്ള സമർത്ഥനങ്ങളുമാണ് ഈ സമുദായത്തെ സ്വാഭാവികമായും സ്വാധീനിക്കുക. അപ്പൊ അള്ളാഹുവിനെ ധിക്കരിച്ചോ അവഗണിച്ചോ, ഈ 2 വാക്കുകളും ഞാൻ ബോധപൂർവം പ്രയോഗിക്കുന്നതാണ്. പ്രസംഗത്തിൽ സാധാരണ 2 വാചകങ്ങൾ ഒന്നിലധികം വേണമല്ലോ എന്ന് നിലക്ക് പറയുന്നതല്ല. അള്ളാഹുവിനെ ധിക്കരിച്ചോ അവഗണിച്ചോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു റബ്ബുണ്ട്, ആ റബ്ബ് അവനാണ് എന്റെ സൃഷ്ടാവ്, അവനാണ് എന്റെ ഉടമസ്ഥൻ, അവൻ എന്നോട് ഇന്ന കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ മനസ്സിലാക്കി ഈ റബ്ബിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കാതെ എന്ത് റബ്ബ്, റബ്ബിന്റെ കാര്യം തന്നെ അങ്ങ് അവഗണിക്കാം, ഇതൊരു പ്രശ്നമാണ്. രണ്ടാമത്തത്, എന്റെ ജീവിതത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ പറയാൻ എന്തിനാണ് റബ്ബ്? അത് ഞങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. വിദ്യാഭ്യാസവും വിവരവുമുള്ള അത്യാവശ്യം ലോകപരിജ്ഞാനമുള്ള ഞങ്ങളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളവും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ വശവും എങ്ങനെ മെച്ചപ്പെടുത്തി വിജയിപ്പിച്ചെടുക്കാൻ കഴിയും ഇതേപ്പറ്റി ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് റബ്ബ് ഇതിലൊന്നും ഇടപെടാൻ വരേണ്ട ഒരു കാര്യവുമില്ല. അപ്പൊ ഇത് ധിക്കരിക്കലാണ്. ആദ്യം പറഞ്ഞത് അവഗണിക്കലാണ്, രണ്ടാമത് പറഞ്ഞത് ധിക്കരിക്കലാണ്. ഇത് രണ്ടും പടച്ചവന്റെ കാര്യത്തിലാകുമ്പോ ഒരുപോലെ അപകടം പിടിച്ചതാണ്. ഞാനിവിടെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്രൂദ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായി ഏർപ്പെട്ട ഒരു തർക്കത്തെ, സംവാദത്തെ സംബന്ധിച്ചു പറഞ്ഞു. അത് ദുൽഹജ്ജ് മാസത്തിന്റെ ഓർമ്മകളിൽ പെടുന്ന ഒരു ചർച്ചയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച. ഇപ്പൊ മുഹറം മാസത്തിൽ മുഹറം 10 നമ്മൾ നോമ്പെടുക്കുന്നു. ഈ മുഹറം 10ന്റെ വിശേഷം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നത്, മുഹറം 10 ഫറോവയുടെ ഏകാധിപത്യത്തിന് കീഴിൽ കഴിഞ്ഞിരുന്ന ജനസമൂഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തിയ, അഥവാ ബനോ ഇസ്രായേൽ സമൂഹത്തിന്റെ വിമോചനം സാധ്യമായ ദിനമാകുന്നു മുഹറം 10 എന്നതാണ്. പിന്നീട് ഇങ്ങോട്ട് ചരിത്രത്തിൽ കർബല ഉൾപ്പെടെയുള്ള സംഭവങ്ങളുണ്ട്, അത് മറ്റൊരു ചർച്ചയാണ്, ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഫറോവയുടെ ഏകാധിപത്യത്തിന് കീഴിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു ജനസമൂഹത്തിന്റെ വിമോചനത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെ തന്നെ അയച്ചു. സൂറത്തുൽ ഖസസ് എടുത്തു വായിച്ചു നോക്കൂ. സൂറത്തുൽ ഖസസ് ആരംഭിക്കുന്നത് തന്നെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജീവചരിത്രം, പ്രബോധന പ്രവർത്തന ചരിത്രം സാമാന്യം വിശദമായി വിശുദ്ധ ഖുർആനിൽ പലയിടത്തും നിങ്ങൾക്ക് കാണാം. പക്ഷെ അത് വളരെ സവിസ്തരം പ്രതിപാദിച്ചിരിക്കുന്നു സൂറത്തുൽ ഖസസിൽ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയഅ.
ഫിറഔൻ തീർച്ചയായിട്ടും ഫിറഔൻ ഭൂമിയിൽ അഹങ്കരിച്ചു എന്ന് പറഞ്ഞാൽ ഫറോവയുടെ നമ്രൂദിന്റെ പ്രശ്നം എന്താ? നമ്രൂദിന്റെ വാദം എന്താണ്? എന്റെ രാജ്യം എന്റെ ഇഷ്ടം, അതാണ്. എന്റെ രാജ്യത്ത് എന്റെ ഇഷ്ടമാണ് നടപ്പാക്കുന്നത്, അത് സ്വതന്ത്രമായി എന്റെ ഇഷ്ടം നടപ്പാവുകയാണ്. അങ്ങനെ സ്വതന്ത്രമായി എന്റെ ഇഷ്ടം നടപ്പാക്കുന്നതിന് അതിനൊരു മേലപ്പ് ചാർത്താൻ ഒരു റബ്ബോ ഒരു പ്രവാചകനോ ഉണ്ടാവുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് നമ്രൂദിന്റെ പ്രശ്നം. നിങ്ങൾ നമ്മെ ഫറോവയിലേക്ക് വന്നു നോക്കൂ. ഫറോവയുടെ വാദഗതി എന്താണ്? മിസ്ർ എന്ന് പറയുന്നത് അയാളുടെ രാജ്യമാണ്. മുമ്പ് മൂപ്പരുടെ അച്ഛന്റേതായിരുന്നു, ഇപ്പൊ മൂപ്പരുടേതാണ്. ഇത് വളരെ കൃത്യമായിട്ട് തന്നെ ഫറോവ ഒരു ഘട്ടത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ഫറോവ ഒരു ഘട്ടത്തിൽ പരസ്യമായി പറയുന്നുണ്ട്, അലൈസലി മുൽക്കു മിസ്ർ, ഈജിപ്തിന്റെ ആധിപത്യം എനിക്കല്ലേ? നേരത്തെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓതിയ ആയത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, അലന്തറ ഇലല്ലദീ ഹാജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹു അല്ലാഹുൽ മുൽക്ക്. നമ്രൂദിന് അള്ളാഹു ലേശം ആധിപത്യം നൽകി എന്നതാണ് തർക്കത്തിന് അയാളെ പ്രേരിപ്പിച്ചത് എന്ന്. ഇവിടെ ഫറോവ എന്താണ് പറയുന്നത്? അലൈസലി മുൽക്കു മിസ്ർ, എനിക്കല്ലേ ഈജിപ്തിന്റെ ആധിപത്യം? വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴകൾ അരുവികളൊക്കെയും എന്റെ നിയന്ത്രണത്തിന് കീഴിലല്ലേ? എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ജലാശയങ്ങളുടെ മേൽ ഉടമസ്ഥതാവകാശപ്പെട്ട ഒന്നാമത്തെ ആളാണ് ഫറോവ എന്ന് പറയുന്നത്. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ പുഴകളൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്റെ നിയന്ത്രണത്തിലല്ലേ? അഫലാ തുബ്സിറൂൻ, നിങ്ങൾക്ക് കണ്ടുകൂടെ ഇത്? പിന്നെന്താണ് ഈ മൂസ പറയുന്നത്? പിന്നെ ഏത് റബ്ബിനെ പറ്റിയാണ് മൂസ പറയുന്നത്? എന്നിട്ട് ഫറോവ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, അന റബ്ബുകുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ സർവോന്നതനായ രക്ഷിതാവ്. ഇത് നമ്രൂദ് പറഞ്ഞ മാതിരി ഞാൻ സൃഷ്ടിക്കുന്നവനാണ്, നിങ്ങളെയൊക്കെ ഞാനാണ് സൃഷ്ടിച്ചത് എന്നല്ല ഈ പറയുന്നത്. പിന്നെ എന്താണ് ഇതിന്റെ ആശയം? മുഹറം മാസത്തിൽ, വിശേഷിച്ച് മുഹറം 10 അന്ന് അറബികളും ഇന്ന് ലോകവിശ്വാസികളും എന്താണ് സന്തോഷപൂർവ്വം, ആ വ്രതാനുഷ്ഠാനത്തിലൂടെ എന്താണ് സന്തോഷപൂർവ്വം അനുസ്മരിക്കുന്നത് എന്ന് ഈ പശ്ചാത്തലം മുമ്പിൽ വെച്ച് ചിന്തിച്ചാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്താണ് ഫറോവയുടെ വാദം? എന്റെ രാജ്യം എന്റെ ഇഷ്ടം, ഇതാണ് ഫറോവ പറയുന്നത്. നമ്രൂദ് പറഞ്ഞതുപോലെ തന്നെ എന്റെ രാജ്യം എന്റെ ഇഷ്ടം, ഇതെന്റെ രാജ്യമാണ്, ഇവിടെ എന്തൊക്കെ നടക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഫറോവയെ തന്നെ വെല്ലുവിളിക്കുന്ന ഫറോവയുടെ അടിമത്തത്തിൽ നിന്ന് ജനങ്ങളെ വിമോചിപ്പിക്കുന്ന ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു വിമോചകൻ വരാൻ പോകുന്നു ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് എന്ന് ആരോ പ്രവചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആൺകുട്ടികളെ മുഴുവൻ, വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നിരവധി സ്ഥലത്ത് ഈ സംഭവങ്ങൾ ഖുർആൻ അതിന്റെ പല വശങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ആവർത്തിക്കുന്നുണ്ട്. ഖുർആൻ ഈ കഥകൾ ആവർത്തിക്കുന്നത് എല്ലാം ഒരേ പഴയപടി ആവർത്തിക്കുകയല്ല. ഓരോ ആവർത്തനത്തിനും ചില പ്രത്യേകതകളുണ്ട്. അത് നമ്മൾ വേറെ പഠിക്കേണ്ടതാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ ഫിറഔൻ എന്തു ചെയ്തു? വജഅല അഹ്ലഹാ ശിയഅൻ, ജനങ്ങളെ കക്ഷികളാക്കി ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ഒരു നയം സ്വീകരിച്ചു. തന്റെ അടിയാറുകൾ എല്ലാവരും കൂടി ഒന്നിച്ചു തിന്നാൽ തന്റെ ആധിപത്യത്തിന് അതൊരു ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയം സ്വീകരിച്ചു. ഡിവൈഡ് ആൻഡ് റൂൾ. ഇതാദ്യം നടപ്പിലാക്കുന്നത് ഫറോവയാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് നേർക്കുനേരെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വേറെ വ്യാഖ്യാനങ്ങളിലേക്കൊന്നും പോകണ്ട. എന്നിട്ട് വജഅല അഹ്ലഹാ ശിയഅൻ വയസ്തദ്ഇഫു ത്വാഇഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹയി നിസാഅഹും, അവരിലെ സ്ത്രീകളെ നിന്ദ്യരായി ഹീനരായി അങ്ങനെ അടിച്ചമർത്തി ആൺകുട്ടികളെ അറുകൊല ചെയ്തു. ചരിത്രകാരന്മാർ അതിനെപ്പറ്റിയൊക്കെ വളരെ വിസ്തരിച്ച് തഫ്സീറുകളിൽ പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ സ്ഥിതിവിശേഷം. പൂർണ്ണ ഗർഭിണികളായ സ്ത്രീകളുള്ള വീടുകളിലൊക്കെയും അവർ കാവൽക്കാരെ ഏർപ്പെടുത്തി. എന്തിന്? ആരാണോ മൂസ ഈ ഫറോവയുടെ അന്തകനാകാൻ വരുന്നത്, ആ അന്തകനെ കൊന്നുകളയാൻ. അങ്ങനെ കുറെ കൊല്ലം അങ്ങ് കൊന്നു നോക്കുമ്പോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അവർക്ക് തന്നെ മനസ്സിലായി ഭാവി തലമുറ ഉണ്ടാവില്ല, പെണ്ണുങ്ങൾ മാത്രമായി പോകും നമ്മുടെ നാട്ടിൽ. ബനൂ ഇസ്രായേലികളിൽ നിന്ന് വിറക് വെട്ടികളും വെള്ളം കോരികളുമായിട്ടെങ്കിലും ആളുകൾ വേണമല്ലോ. അങ്ങനെ ആൺകുട്ടികളില്ലാതെ വരും എന്ന് മനസ്സിലാക്കിയപ്പോ ഇനി എന്തു ചെയ്യും എന്ന് അവര് തലപുകഞ്ഞാലോചിച്ചു. മുഫസ്സിറുകൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെത്തിച്ചേർന്നു, 1 വർഷം പ്രസവിക്കുന്ന കുട്ടികളെ, ആൺകുട്ടികളെയൊക്കെ കൊല്ലാം, അടുത്ത വർഷം പ്രസവിക്കുന്നതിനെയൊക്കെ വളരാൻ വിടാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ സംഭവത്തിൽ ഈ സംഗതികളൊക്കെ ഇത്രയും നടക്കുന്ന സമയത്ത് ഇവർ ഏതു വർഷത്തിൽ ജനിക്കുന്ന ആൺകുട്ടികളെ കൊല്ലണമെന്ന് തീരുമാനിച്ചോ ആ വർഷം തന്നെ മൂസാ നബി അലൈഹിസ്സലാം ജനിച്ചു.
അതിന്റെ വിശദാംശങ്ങളൊക്കെ സാമാന്യം വിശദമായി തന്നെ ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ ആ കഥ വിവരിക്കുകയല്ല, നമ്മൾ പലപ്പോഴും കേട്ടതാണ്. അതിൽ നിന്ന് ചില നിലപാടുകളും ചില വീക്ഷണങ്ങളും നിങ്ങളുടെ മുമ്പിൽ വെക്കുക മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്നിട്ട് യഥാർത്ഥത്തിൽ ആരാണോ കൊല്ലാൻ ആഹ്വാനം, അപ്പൊ കൊല്ലാൻ നിശ്ചയിച്ച ആൺകുട്ടികളെ അറുകൊല നടത്താൻ തീരുമാനിച്ച ആ വർഷത്തിൽ തന്നെ മൂസാ നബി ജനിച്ചു. കൊല്ലാൻ തീരുമാനിച്ചവന്റെ വീട്ടിൽ തന്നെ മൂസാ നബി വളർന്നു. അള്ളാഹ് വിചാരിച്ചാൽ എത്രയേ ഉള്ളൂ. ഈ കഥയൊക്കെ പറയാനുള്ള മുഖവുരയായിട്ട് അള്ളാഹ് പറയുന്നുണ്ട്, വനുരീദു അൻ നമുന്ന അലല്ലദീന സ്തുൽഇഫു ഫിൽ അർദ് വനജഅലഹും അഇമ്മതൻ വനജഅലഹുൽ വാരിസീൻ വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഹ്ദറൂൻ. യഥാർത്ഥത്തിൽ ഭൂമിയിൽ കുറച്ചാളുകൾ ഇങ്ങനെ കൈകാര്യകർത്താക്കളാവുക, എന്നിട്ട് അവരുടെ തന്നിഷ്ടം അവരടിച്ചേൽപ്പിക്കാം മറ്റു മനുഷ്യരുടെ മേൽ. മനുഷ്യരുടെ യഥാർത്ഥ യജമാനെയും യഥാർത്ഥ ഉടമത്തിനെയും പുല്ലുവില കൽപ്പിച്ച് ജീവിതത്തിന്റെ മുഖ്യധാരകളിൽ നിന്ന് പുറന്തള്ളിയിട്ട് ഞങ്ങളാണ് കൈകാര്യകർത്താക്കൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മേലാളന്മാര് വരിക. എന്നിട്ട് ഈ മേലാളന്മാര് ആളുകളെ അങ്ങനെ അടക്കി ഭരിച്ച് അവരുടെ ഹിതം ഏകപക്ഷീയമായി നടപ്പാക്കുക. ഈ അവസ്ഥ പറ്റൂല. അള്ളാഹ് പറയാണ്, ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവരും മർദ്ദിതരായവരും അരികുവൽക്കരിക്കപ്പെട്ടവരുമായ ആളുകളാരോ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്ന് നാം ഉദ്ദേശിക്കുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കണം? ഈ ആളുകൾ നേതാക്കളും ജേതാക്കളുമായിട്ട് മാറണം. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പല കാരണങ്ങളാൽ അധികാരവർഗത്തിന്റെ അക്രമങ്ങൾ കാരണം പുറന്തള്ളപ്പെട്ടു പോയ ആളുകൾ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. അവർ നേതാക്കളും ജേതാക്കളുമാവണം എന്ന് നാം ആഗ്രഹിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ ഫിറഔനിനും ഹാമാനിനും അതുപോലെ തന്നെ അവരുടെ കിങ്കരന്മാർക്കുമൊക്കെ ഇവർ യഥാർത്ഥത്തിൽ ആശങ്കിച്ചതെന്തോ അത് തന്നെ പുലർന്നു കാണണം എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ നിങ്ങൾ, അപ്പൊ നമ്രൂദ് വാദിച്ചത് എന്റെ രാജ്യം എന്റെ ഇഷ്ടമെന്നായിരുന്നു. ഈ ഫറോവ വാദിച്ചതും എന്റെ രാജ്യം എന്റെ ഇഷ്ടമെന്നായിരുന്നു. മൂസാ നബി വന്നിട്ട് അവിടെ പറയുന്നത് എന്താണ്? നിങ്ങളെല്ലാവരും ഏതോ ഒരു ശക്തിയുടെ സൃഷ്ടികളെന്ന നിലക്ക് ആ ശക്തിക്ക് വഴിപ്പെടണം, അവന്റെ ഇഷ്ടത്തിന് പ്രാമുഖ്യം നൽകണം. ഇതാണ് ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആകത്തുക എന്ന് നമ്മൾ കാണണം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് ആരാധനാപരമായ മേഖലയിലുള്ള പടച്ചവന്റെ ഏകത്വത്തെക്കുറിച്ച് പറയുന്ന ഒരു വിഷയം മാത്രമല്ല എന്ന് നമ്മൾ ഓർക്കണം. പ്രവാചകന്മാർ എന്തുകൊണ്ട് ഈ ധിക്കാരികളായ ആളുകളാൽ മുഖാമുഖം നിർത്തപ്പെട്ടു എന്നതിനെപ്പറ്റി അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നിങ്ങൾ വന്നു നോക്കൂ. മുഹറം എന്ന് പറയുന്നത് ഹിജറ കലണ്ടറിലെ ഒന്നാമത്തെ മാസമാണ്. യഥാർത്ഥത്തിൽ ഹിജറയുടെ പ്രവാചകന്റെ ഹിജറയുടെ തുടക്കം ഹിജറ നടന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. എന്ന് പറഞ്ഞാൽ സഫർ മാസത്തിന്റെ അവസാനത്തിൽ യാത്ര ഒരുങ്ങി തയ്യാറായി പുറപ്പെട്ട് മുഹറം 10-ന് റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി എന്നാണ് പ്രബലമായ ചരിത്രം. അപ്പൊ റബീഉൽ അവ്വൽ മാസത്തിലാണ് ഹിജറയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയുടെ കാര്യമായ നീക്കങ്ങൾ നടന്നിട്ടുള്ളത്. എന്നാൽ ദുൽഹജ്ജ് മാസത്തിലാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ 2 ദുൽഹജ്ജ് സീസണുകളിലാണ് 1-ാം അഖബ ഉടമ്പടിയും 2-ാം അഖബ ഉടമ്പടിയും നടക്കുന്നത്. 1-ാം അഖബ ഉടമ്പടി എന്ന് പറയുന്നത് വ്യക്തികളെ ചില മൂല്യങ്ങളിൽ ഉറപ്പിച്ചു നിർത്താൻ ആവശ്യമായ കരാറുകൾ മാത്രമേ അതിലുള്ളൂ. വ്യക്തിനിഷ്ഠമായ കുറച്ച് ക്വാളിറ്റിയുള്ള ഗുണനിലവാരമുള്ള ഒരു ചെറു സംഘമെങ്കിലും മദീനയിൽ ഉണ്ടാവണം. അല്ലാതെ അവിടെ പോയാൽ എനിക്ക് വിത്തിറക്കാൻ പറ്റൂല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. അപ്പൊ അതിനു പറ്റിയ പ്രാഥമികമായ സംസാരങ്ങളും വ്യവസ്ഥകളും ഉപാധികളുമാണ് 1-ാം അഖബ ഉടമ്പടി. നേരെ മറിച്ച് 2-ാം അഖബ ഉടമ്പടിയിൽ വളരെ കൃത്യമായും സൈനികവും സാമ്പത്തികവുമായ സഹകരണം, പരസ്പര സഹകരണം ഉറപ്പുവരുത്താവുന്ന സ്വഭാവത്തിലുള്ളതാണ്. ഈ 2-ാം അഖബ ഉടമ്പടി നടക്കുന്നത് ഹജ്ജിന്റെ സീസണിലാണ്. ഹജ്ജ് മാസം കഴിഞ്ഞാൽ പിന്നെ മുഹറമാണ്. അപ്പോ 2-ാം അഖബ ഉടമ്പടിയിൽ നിന്ന് രൂപപ്പെട്ട അനുകൂലമായ സാഹചര്യം പ്രയോജനപ്പെടുത്തി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ 13 വർഷത്തെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ശേഷം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ ഹിജറ, പ്രവാചകന്റെ ഹിജറ ഒരു മുന്നൊരുക്കവുമില്ലാതെ പൊടുന്നനെ സംഭവിച്ച ഒരു കാര്യമല്ല.
അപ്പൊ അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലേക്ക് റസൂലുള്ള നീങ്ങുന്നതിന് ചില സാഹചര്യങ്ങളുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ, നമ്രൂദിനെ പറ്റി പറഞ്ഞതുപോലെ, ഫറോവയെ പറ്റി പറഞ്ഞതുപോലെ മക്കയിലുമുണ്ട് ചില മേലാളന്മാർ. കാര്യങ്ങൾ അവരുടെ കയ്യാലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ വളരെ സ്വതന്ത്രമായിട്ടാണ് മനുഷ്യനെ സംബന്ധിച്ച തീരുമാനമെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഏതൊരു മനുഷ്യരെക്കുറിച്ചാണോ ഇവർ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്, ആ മനുഷ്യർക്കൊരു സ്രഷ്ടാവുണ്ടെന്നും ആ സ്രഷ്ടാവിന് ഇതേക്കാൾ വലിയ തീരുമാനങ്ങൾ ഈ മനുഷ്യരുടെ കാര്യത്തിലുണ്ടെന്നും അവർ പുല്ലുവില കൽപ്പിക്കാതെയാണ് പ്രവർത്തിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം ഈ മുഴുവൻ മേലാളന്മാരെയുമാണ് അസ്വസ്ഥരാക്കുന്നത്. ആ മേലാളവർഗങ്ങളും ഗോത്രമേധാവികളും നാട്ടുമൂപ്പന്മാരും ഒക്കെ കൂടി യോഗം കൂടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിച്ചു കളയാൻ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് റസൂലുള്ളാഹിയുടെ വീട് വളയുന്നത്. ചരിത്രം നമുക്കറിയാം. റസൂലുള്ളാഹിയുടെ വീട് വളഞ്ഞു. ഒരു ഇസ്ലാമിന്റെ ഒരു നല്ല ആദർശത്തെ ഏറ്റുവാങ്ങാൻ ഗുണനിലവാരമുള്ള ഒരു ജനതയാണ് 6-ാം നൂറ്റാണ്ടിലെ ആ സമൂഹം എന്ന് ഈ സംഭവം മുമ്പിൽ വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എല്ലാ നാട്ടുമൂപ്പന്മാരും ഗോത്രതലവന്മാരും ഒക്കെ കൂടിയിട്ട് ശത്രുവിന്റെ ശത്രുമിത്രം എന്ന അടിസ്ഥാനത്തിൽ പ്രവാചകനെ പൊതുശത്രുവായി പ്രഖ്യാപിച്ചിട്ട് അവർക്കിടയിലുള്ള ആഭ്യന്തര ശത്രുതകളൊക്കെ തൽക്കാലം വേണ്ടെന്ന് വെച്ച് നിർത്തിവെച്ചിട്ട് റസൂലുള്ളാഹിയെ കൊല്ലാൻ, വധിച്ചു കളയാൻ അവർ പദ്ധതി ഇട്ടു. എന്നിട്ട് വീട് വളഞ്ഞു. വീട് വളഞ്ഞിട്ട് ഇവിടൊക്കെ ഇപ്പോ ഈ പരിഷ്കൃത സമൂഹത്തിൽ, ആധുനിക ലോകത്ത് പരിഷ്കൃത സമൂഹത്തിൽ സ്കൂളുകളുടെ മുകളിലും അതുപോലെ ലേഡീസ് ഹോസ്റ്റലുകളുടെ മുകളിലും പാവപ്പെട്ട വൃദ്ധജനങ്ങളുടെ പുരപ്പുറത്തും കൊണ്ടുപോയിട്ട് ടൺ കണക്കിന് ബോംബ് വർഷിക്കുന്ന പരിഷ്കാരികൾ വിലസുന്ന ഈ നാട്ടിൽ നമുക്ക് ആ അന്നത്തെ അപരിഷ്കൃതരും കാടന്മാരും എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്നു. എന്താ അത്ഭുതം? അവർ വീട് വളഞ്ഞിട്ട് ഉറങ്ങിക്കിടക്കണവനെ കൊല്ലാൻ പറ്റൂല. ഉറങ്ങിക്കിടക്കുന്നവനെ വധിക്കുക എന്നത് അന്തസ്സുള്ളവന് ചേർന്നതല്ല. എന്നിട്ട് വീട് വളഞ്ഞിട്ട് ഇവരൊക്കെ കൂടി കാവലിൽ നേരം പുലരാൻ കാത്തിരിക്കുകയാണ്. ഉണർന്നിട്ട് നേർക്കുനേരെ വരട്ടെ, അപ്പൊ നോക്കാം. കഥ നിങ്ങൾക്കറിയാം. ഉണർന്ന് നേരം വെളുത്തിട്ട് ഉണർന്ന് വന്നു നോക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ആണ് സാധാരണ റസൂലുള്ളാഹി ഉറങ്ങുന്ന സ്ഥാനത്ത് അന്ന് അലി റളിയല്ലാഹു അൻഹു ആണ് ഉറങ്ങുന്നത്. അപ്പൊ റസൂലുള്ളാഹിയുടെ ഒരു പ്ലാനാണ്. ഹിജ്റയുടെ ആസൂത്രണം എന്ന ചർച്ചയിലേക്ക് പോകാനല്ല ഇപ്പൊ ഞാനിത് പറഞ്ഞത്. അതാ ഒരു വലിയ ചർച്ച വേറെയുണ്ട്. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാം? നേരം വെളുക്കുന്നത് വരെ ഒരു ശത്രുവിനെ പ്രതീക്ഷിച്ച് കാത്തിരുന്നിട്ട്, ഉറക്കൊഴിച്ച് കാത്തിരുന്നിട്ട് രാവിലെ എഴുന്നേറ്റ് വരുന്നത് നമ്മൾ വിചാരിച്ച ആളല്ലെങ്കിലും വെറുതെ വിടുവോ? വളരെ സംസ്കാര സമ്പന്നരായ നമ്മൾ പോലും കൈവെക്കും. പക്ഷെ അലി റളിയല്ലാഹു അൻഹു അവരുടെ ശത്രുവല്ല. അവർ അലി റളിയല്ലാഹു അൻഹുവിനെ വിട്ടു. പ്രവാചകൻ ഏതു വഴിയെയാണോ പുറപ്പെട്ടത് അത് തേടിത്തെരഞ്ഞ് ധൃതിയിൽ അവർ പുറപ്പെട്ടു. കഥയൊക്കെ നിങ്ങൾക്കറിയാം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിമാറി സഞ്ചരിച്ച്, സാധാരണ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുന്ന വഴിയെ സഞ്ചരിക്കാതെ വഴിമാറി സഞ്ചരിച്ച് മദീനയിലെത്തുന്നത്, ദിവസങ്ങളുടെ യാത്രക്കൊടുവിൽ മദീനയിലെത്തുന്നത്. അതിന്റെ ഇടയിൽ വഴിയിൽ വെച്ച് സുറാഖയെ കണ്ടുമുട്ടുന്നത്. ആ സുറാഖയുടെ കൈ പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കൈയിൽ ഹിർക്കലിന്റെ വളയണിഞ്ഞാൽ എങ്ങനെയിരിക്കും സുറാഖ എന്ന് ചോദിക്കുന്നത്. എന്നിട്ട് പിന്നീട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് റോം വിജയിച്ചടക്കിയിട്ട് സുറാഖയുടെ ഈ ഹിർക്കലിന്റെ അധികാരത്തിന്റെ ചിഹ്നമായ വളയെടുത്ത് എവിടെ സുറാഖ എന്ന് ഉമർ ഫാറൂഖ് ചോദിച്ച് ആ സുറാഖയുടെ വള ആ ഹിർക്കലിന്റെ വള സുറാഖത്തുബിന് മാലിക്കിന്റെ കയ്യിൽ അണിയുന്നത് എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ മനുഷ്യരുടെ മേൽ മനുഷ്യരുടെ സ്വതന്ത്ര ആധിപത്യം നടക്കുന്നുണ്ടോ, എവിടെയൊക്കെ മനുഷ്യർ തന്നെ അവന്റെ കാര്യത്തിലും മറ്റുള്ളവരുടെ കാര്യത്തിലും അവസാന വാക്കായിട്ട് അവരുടെ സ്വന്തം ഊഹങ്ങളെയും നിഗമനങ്ങളെയും കാണുന്നുണ്ടോ, അതിനോട് രാജിയാകുന്ന പ്രകൃതമല്ല, അതിനോട് സംവാദത്തിൽ ഏർപ്പെടുന്ന പ്രകൃതമാണ് പ്രവാചകന്മാരുടേത് എന്ന് ഈ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു വശത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജന്മനാട് വിട്ട് മറ്റൊരു ദേശത്തേക്ക് പോകേണ്ടി വന്നത് എന്തുകൊണ്ട്? മറുവശത്ത് നമ്രൂദ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായിട്ട് നേർക്കുനേരെ മുഖാമുഖം നിന്ന് അവസാനം നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിലേക്ക് ഇബ്രാഹിം നബി എടുത്തെറിയപ്പെട്ടത് എന്തുകൊണ്ട്? ഇപ്പുറത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചെങ്കടലിന്റെ അണമുറിയാത്ത മഹാപ്രവാഹം ആണ് മുന്നിലെന്നറിഞ്ഞിട്ടും ഫറോവയുടെ കിങ്കരന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പ്രതീക്ഷ കൈവിടാതെ ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചെങ്കടലിന് നേരെ തന്റെ അനുചരന്മാരെയും കൂട്ടി മൂസാ നബി അലൈഹിസ്സലാം മുന്നേറുന്നത് എന്തുകൊണ്ട്? ഇവിടെയൊക്കെയാണ് നമ്മളും നമ്മളുടെ പ്രതിയോഗികളും മാത്രമല്ല
നമ്മളുടെയൊക്കെ മേലെ ഈ പ്രപഞ്ചത്തിന്റെ ഒരു യജമാനനുണ്ട് എന്ന പ്രതീക്ഷ, ആ യജമാനെ കുറിച്ച ബോധ്യം, അവനാണ് എന്റെ റബ്ബ് എന്ന വിശ്വാസം, അവനിലാണ് എനിക്ക് എല്ലാം സമർപ്പിക്കാനുള്ളത് എന്ന ഈമാൻ, ഇതാണ് ഇതിന്റെ വിളംബരമാണ്. ഇതിന്റെ നിറഞ്ഞു തുളുമ്പുന്ന സംഭവങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങളാണ് മുഹറമിന് നമ്മോട് പറയാനുള്ളത് എന്ന് നമ്മൾ കാണണം. ഈ ദൃശ്യങ്ങൾ എല്ലാ കാലത്തും പ്രതിയോഗികൾക്ക് പേടി സ്വപ്നമാണ്. പ്രതിയോഗികളുടെ നരേഷനുകൾ സാമാന്യ മുസ്ലിം സമൂഹത്തെ വല്ലാതെ സ്വാധീനിച്ചപ്പോഴാണ് നേരത്തെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുഹറം അവർക്കും ഒരു അവലക്ഷണമായി മാറിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് സൂറത്തുൽ ഇസ്രായിൽ എന്താണ്, ഇൻകാദു ലയസ്തഫിസൂനക മിനൽ അർളി ലിയുഖ്രിജൂക മിൻഹാ വഇദല്ല യൽബസൂന ഖിലാഫക ഇല്ലാ ഖലീല. വളരെ വിസ്തരിച്ച് പറയേണ്ട ഒരു ഭാഗം അവിടെ ഉണ്ട്, അതിലേക്ക് ഇപ്പൊ പോവില്ല. ഈ ഒറ്റ ആയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചതുമായിട്ട് ഇതിന് അത്രമാത്രം ബന്ധമുള്ളത് കൊണ്ടാണ്. എന്താണ്, ഇൻകാദു ലയസ്തഫിസൂനക മിനൽ അർളി ലിയുഖ്രിജൂക മിൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ് 13 പ്രബോധന പ്രവർത്തനം മക്കയിൽ ഒരു 13 വർഷം എത്താനായ ആ ഘട്ടത്തിലാണ്. സോപ്പിട്ട് വശത്താക്കാൻ പറ്റുമെന്ന് ആദ്യം നോക്കി. പക്ഷേ ഈ സമൂഹം അതിനൊന്നും വഴങ്ങൂല. ഗർ വാപ്പസി അത്ര ലളിതമല്ല എന്നവർക്ക് ബോധ്യപ്പെട്ടപ്പോ അവരടുത്ത വരുന്ന ആ സ്റ്റെപ്പിലേക്ക് നീങ്ങാണ്. അതാണല്ലോ പറയുന്നത്, താങ്കളെ ഈ ഭൂമുഖത്തിൽ നിന്ന് വേരോടെ പിഴുതെറിയാൻ ഖുറൈശി പ്രതിയോഗികൾ പദ്ധതിയിട്ടിരിക്കുന്നു. ഈ ഭൂമുഖത്തിൽ നിന്ന് നിങ്ങളെ പരിപൂർണമായും തുടച്ച് പുറത്താക്കാൻ അവർ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. എന്നിട്ട് എന്താ അള്ളാന്റെ അടുത്ത പ്രയോഗം, ഇതല്ല യൽബസൂന ഖിലാഫക ഇല്ലാ ഖലീല. അഥവാ അങ്ങനെ സംഭവിച്ചാൽ നിനക്ക് ശേഷം അവർ ഇവിടെ അധികം വിലസൂല്ല. അതിനെപ്പറ്റിയാണ് പറഞ്ഞത്. മുഹറം പ്രതീക്ഷയുടെ മാസമാണ്, ചെറുത്തുനിൽപ്പിന്റെ മാസമാണ്, അതിജീവനത്തിന്റെ മാസമാണ്. മുഹറം എന്തൊക്കെ ചരിത്രം നമുക്ക് പകർന്നു തരുന്നുണ്ടോ അതൊക്കെ ഈമാനുള്ള സംഘങ്ങൾ വിജയിച്ചതിന്റെ കഥയാണ് എന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ പതറുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈമാനിന്റെ കുറവാണ്. നമ്മളെ റബ്ബ് ചേർത്തു നിർത്തുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈമാനിന്റെ കരുത്താണ്. ഈ ഒരു ചരിത്രബോധത്തോടെ വിശ്വാസി സമൂഹം അവരുടെ നാഥനിലേക്ക് കൂടുതൽ ചേർത്തു നിർത്തുന്നു മുഹറം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മാസമായ മുഹറം എന്ന് ഈ മാസത്തെ സവിശേഷമായി വിശേഷിപ്പിച്ചു. നോമ്പ് റമദാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് ഈ മുഹറം മാസത്തിലേതാണ് എന്ന് അവിടെ നിന്ന് പഠിപ്പിച്ചു. സവിശേഷമായിട്ടും മുഹറം 9-ന്, ആദ്യം മുഹറം 10-ന്, തുടർന്ന് വിദഗ്ധ ഒരു വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ മുഹറം 9-ന് കൂടി നോമ്പെടുക്കും എന്നവിടെ ഒന്ന് പറഞ്ഞു. നമ്മൾ ആഷുറ എന്നീ പേരുകളിൽ പറയുന്ന മുഹറം 9, 10 ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ സത്യവിശ്വാസികൾ ശ്രമിക്കണം. ആ നോമ്പ് നമ്മെ റബ്ബുമായിട്ട് അടുപ്പിക്കും. റബ്ബുമായിട്ടുള്ള നമ്മുടെ ആ ഗാഢമായ അടുപ്പമുണ്ടല്ലോ, ആ ഈമാനുണ്ടല്ലോ, അത് എല്ലാ ധിക്കാരികളെയും അമർച്ച ചെയ്ത് വിജയത്തിന്റെ വഴിയിൽ സ്ഥൈര്യത്തോടെ നിലകൊള്ളാനുള്ള കരുത്തുള്ളവരായി നമ്മെ മാറ്റും. അത് നമുക്ക് ഇഹത്തിലും പരത്തിലും വിജയം നൽകും. ഇഹപര വിജയങ്ങൾക്ക് അർഹരാകുന്ന യഥാർത്ഥ വിശ്വാസികളിൽ സർവശക്തനായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങളോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങളും തെറ്റുകളും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ നാഥ. ഞങ്ങളിൽ നിന്ന് ആരെയൊക്കെ നീ തിരിച്ചു വിളിച്ചോ അവരോടൊക്കെ കരുണ കാണിക്കണേ അല്ലാഹ്. അവരിൽ ഞങ്ങളുടെ മാതാക്കളുണ്ട്, ഞങ്ങളുടെ പിതാക്കളുണ്ട്, ഞങ്ങളുടെ ആരുടെയും അടുത്ത ബന്ധുക്കളുണ്ട്, ജ്യേഷ്ഠാനുജന്മാരുണ്ട്, ഇണകളുണ്ട്, പ്രിയ മക്കളുണ്ട്. റഹ്മാനായ റബ്ബേ, അവരോടൊക്കെ നീ കരുണ കാണിക്കണേ അല്ലാഹ്. അവരുടെ അമലുകൾ സ്വീകരിക്കണേ നാഥ. അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചരിത്രത്തിന്റെ ആവർത്തനമെന്ന കണക്കെ വിശ്വാസി സമൂഹത്തിൽ മെമ്പറായതിന്റെ പേരിൽ മാത്രം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകൾ, സഹോദരന്മാർ, സഹോദരിമാരുണ്ട്. പടച്ചവനെ, അവരുടെ പാദങ്ങൾക്ക് നീ ധൈര്യം നൽകണേ. പടച്ചവനെ, അവരുടെ പോരാട്ടത്തെ നീ ബലപ്പെടുത്തണേ. സമാധാനത്തോടുകൂടി ഈ ലോകത്ത് ജീവിക്കാനുള്ള അവരുടെ പ്രയത്നങ്ങളെ നീ സാക്ഷാത്കരിക്കണേ അല്ലാഹ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.